Hello students, welcome to this channel. So today we shall discuss one of the important topic, that is Jacobian. So നിങ്ങളുടെ സിലബസിനകത്ത് കൊടുത്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ജക്കോബിയൻ. അപ്പോൾ ഇതിൽ തന്നെ നമ്മുടെ ഈ ഒരു ജക്കോബിയനിൽ 2x2 വേരിയബിൾസ് വരുന്നതുണ്ട്, 3x3 വേരിയബിൾസ് വരുന്നതുമുണ്ട്. ഇൻ ജനറൽ എങ്ങനെയായിരിക്കും എന്നുള്ളതും കൂടി പറയാം. അപ്പോൾ നമ്മളിവിടെ രണ്ട് വേരിയബിൾസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഒരെണ്ണം എക്സും മറ്റൊന്ന് വൈ ആയിട്ടും എടുക്കാം. രണ്ട് ഇൻഡിപെൻഡൻസ് വേരിയബിൾസ് എടുത്തിട്ട് നമ്മൾ അത് വെച്ചിട്ട് ഒരു ഫംഗ്ഷൻ, അതായത് ആ വേരിയബിൾസ് എല്ലാം തന്നെ മറ്റ് ഫംഗ്ഷൻസിനെ റിലേറ്റ് ചെയ്ത് എഴുതുവാണ്. അതായത് എക്സ് ഈക്വൽ ടു ജി ഓഫ് യു കൊമ വി, എക്സ് ഇൻ ടേംസ് ഓഫ് അനദർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ യു ആൻഡ് വി ആൻഡ് വൈ ഇൻ ടേംസ് ഓഫ് അനദർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ യു ആൻഡ് വി. അപ്പോൾ എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണ്, യു ആൻഡ് വി ആർ ഓൾസോ ഇൻഡിപെൻഡൻറ്റ്. ദെൻ ദ ജക്കോബിയൻ മെട്രിക്സ്. വാട്ട് ഈസ് ദ ജക്കോബിയൻ മെട്രിക്സ്? അതായത് ജക്കോബിയൻ വേറെ, ജക്കോബിയൻ മെട്രിക്സ് വേറെ. അപ്പോൾ ജക്കോബിയൻ മെട്രിക്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് the Jacobian matrix is equal to, we can write it in terms of the matrix representation. So here we are considering, let me take it here first two variables. ഞാനിവിടെ രണ്ട് വേരിയബിൾസിൻ്റെയാണ് എടുത്തിരിക്കുന്നത്, കൂടുതൽ എടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് 3 വേരിയബിൾസിൻ്റെ നോക്കാം. സോ ജക്കോബിയൻ മെട്രിക്സ് എന്ന് പറയുന്നത് മെട്രിക്സ് സിമ്പലിലായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. അതായത് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഡോ എക്സ് ബൈ ഡോ യു. സോ വി ആർ കൺസിഡറിങ് ഹിയർ x has to be differentiated with respect to u and v. So dou x by dou u and dou x by dou v. First row il ingane ezhudanam. Adinu shesham dou y. So dou y by dou u. U has to be differentiated with respect to y has to be differentiated with respect to u and v. Appo inganeyana x in terms of u and v, y in terms of u and v aanu. So idana Jacobian matrix. Then what is Jacobian? The Jacobian is denoted by dou x comma y by dou u comma v or j of u comma v എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട്. ദിസ് ഇസ് ദ ജക്കോബിയൻ മെട്രിക്സ്. ദാറ്റ് ഈസ് ജക്കോബിയൻ മീൻസ് ദ ഡിറ്റർമിനൻറ്റ് വാല്യൂ ഓഫ് ദ ജക്കോബിയൻ മെട്രിക്സ്. സോ ജക്കോബിയൻ ഈസ് ദ ഡിറ്റർമിനൻറ്റ് വാല്യൂ ഓഫ് ദ ജക്കോബിയൻ മെട്രിക്സ് ആണ് ജക്കോബിയൻ. സോ ജക്കോബിയനെ നമുക്ക് ഇങ്ങനെയും എഴുതാം, അല്ലെങ്കിൽ ഡിറ്റർമിനൻറ്റ് ഓഫ് ജെ എന്നും എഴുതാവുന്നതാണ്. സോ ദിസ് ഇസ് ജക്കോബിയൻ മെട്രിക്സ്. ഇത് നമ്മുടെ ജക്കോബിയൻ മെട്രിക്സ് ആണ്. ജക്കോബിയനെ നമ്മൾ ഡിറ്റർമിനൻറ്റ് ജെ എന്ന് എഴുതാറുണ്ട്, അല്ലെങ്കിൽ ജെ ഓഫ് യു കൊമ വി, അല്ലെങ്കിൽ ഡോ എക്സ് കൊമ വൈ ബൈ ഡോ യു കൊമ വി. ദാറ്റ് ഈസ് ദ ഡിറ്റർമിനൻറ്റ് സിമ്പലിൽ എഴുതണം. അതാണ് ജക്കോബിയൻ. സോ ഇപ്പോൾ ഇത് ടു വേരിയബിൾസിൻ്റെ ആണ് ഈ ഒരു കണ്ടീഷൻ. സപ്പോസ് ഇഫ് ഐ ടേക്ക് 3 വേരിയബിൾസ് എക്സ് വൈ ഇസെഡ്, ദെൻ എക്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് യു ആൻഡ് വി. x has to be expressed, അതായത് x in terms of u, v, w. അതുപോലെ y in terms of u, v and w. z in terms of u, അനദർ വേരിയബിൾ വി ആൻഡ് ഡബ്ല്യു. ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ വേരിയബിൾസിനെ നമ്മൾ 3 റെപ്രസെൻറ്റേഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ ജക്കോബിയൻ എന്ന് പറയുന്നത് അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ 3x3 മെട്രിക്സ് ആയിരിക്കും വരുന്നത്. സോ 3x3 മെട്രിക്സ് നമ്മൾ എങ്ങനെ എഴുതുക? ഡോ എക്സ് ബൈ ഡോ യു, ഡോ എക്സ് ബൈ ഡോ വി, ഡോ വൈ ബൈ ഡോ എക്സ് ബൈ ഡോ ഡബ്ല്യു. അതുപോലെ ഇവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. സെക്കൻഡ് റോ ഡോ വൈ ബൈ ഡോ യു, ഡോ വൈ ബൈ ഡോ വി, ഡോ വൈ ബൈ ഡോ ഡബ്ല്യു. അതുപോലെ ഇസെറ്റിന് വരുമ്പോൾ തേർഡ് റോ ഡോ ഇസെഡ് ബൈ ഡോ യു, ഡോ ഇസെഡ് ബൈ ഡോ വി ആൻഡ് ഡോ ഇസെഡ് ബൈ ഡോ ഡബ്ല്യു. അപ്പോൾ ഇതാണ് ജക്കോബിയൻ്റെ ഫോർമുല. ഇൻ ജനറൽ നമുക്ക് ഇതുപോലെ 4 വേരിയബിൾസ് വന്നാൽ 4x4 മെട്രിക്സ്, n വേരിയബിൾസ് വരുവാണെങ്കിൽ n/n മെട്രിക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. സോ ഞാനിവിടെ പ്രോബ്ലമാറ്റിക് മെത്തേഡിനായിട്ട് 2 ഡിറ്റർമിനൻറ്റ് ടൈപ്സ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് പ്രോബ്ലംസും കൂടി നോക്കാം. So the first problem is x equal to u plus v divided by 2 and y equal to u minus v divided by 2. Find the Jacobian. So first of all Jacobian എന്താണ് എന്നുള്ളത്, അതായത് ജക്കോബിയൻ എന്ന് പറയുന്നത് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ദ ഡിറ്റർമിനൻറ്റ് വാല്യൂ ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. സോ ഡിറ്റർമിനൻറ്റ് ഓഫ് ജെ. സോ എക്സ് ഈക്വൽ ടു യു പ്ലസ് വി ബൈ 2 ആണെങ്കിൽ നമുക്ക് ആദ്യം ഇതിനെ ജസ്റ്റ് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. അന്നേരം ഡോ എക്സ് ബൈ ഡോ യു ഈക്വൽ ടു, സോ ഡിഫറൻഷിയേറ്റ് വിത്ത്
റെസ്പെക്ട് ടു യു ചെയ്യുമ്പോൾ ദാറ്റ് മീൻസ് പാർഷ്യൽ ഡിഫറൻസിയേഷൻ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വെൻ യു ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു വൺ വേരിയബിൾ ദ അതർ വേരിയബിൾ ഇസ് ട്രീറ്റഡ് as constant. That is the condition we are taking here. So x when you differentiate with respect to u, v is constant. When you differentiate x with respect to v, u is treated as constant. അപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ എന്താണ്? 1/2 1/2. ഇനി വൈക്ക് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴോ, അതായത് വൈ നമ്മൾ യുവിന് ചെയ്യുമ്പോൾ വി കോൺസ്റ്റൻറ്റ്. സോ ആൻസർ ഇസ് 1/2. ആൻഡ് ഓൾസോ ഡോ വൈ ബൈ ഡോ വി ദാറ്റ് ഇസ് -1/2. സോ ജക്കോബിയൻ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോ പലർക്കും ഒരു കൺഫ്യൂഷൻ വരുന്നതാണ്. എന്നാലും ജക്കോബിയൻ മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് the Jacobian matrix is equal to, ഞാനിത് ഇവിടെ സൈഡിൽ എഴുതാം, the Jacobian matrix equal to the matrix നൊട്ടേഷനിലായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. അതായത് ആൻസർ എന്താണ്? ഇറ്റ് ഈസ് 1/2 1/2 1/2 -1/2. സോ ജക്കോബിയൻ എന്ന് പറയുമ്പോൾ ദ ഡിറ്റർമിനൻറ്റ് സിമ്പലിലായിരിക്കണം എഴുതേണ്ടത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ഡിറ്റർമിനൻറ്റ് വാല്യൂ ഓഫ് ദിസ് ജക്കോബിയൻ മെട്രിക്സ്. ഇറ്റ് ഈസ് ഈക്വൽ ടു answer is 1/2 into -1/2 -1/2 into 1/2. So -1/4 -1/4 is -2/4. It is -1/2. ഇനി suppose what is the absolute value of the Jacobian എന്ന് ചോദിച്ചാൽ the absolute value of the Jacobian എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? Absolute value of the Jacobian is equal to, that means the modulus of the determinant j, or this is equal to j എന്ന് പറയുന്നത് ഇതെന്താണ്? It is otherwise known as determinant j also. Modulus of determinant j or modulus of Jacobian, that is equal to modulus of -1/2. When you take the modulus absolute value, when you take this negative symbol becomes positive. So the answer is equal to 1/2. ഇനി നമുക്ക് സപ്പോസ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് തരുന്നത്. എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ ആൻഡ് വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ. ഫൈൻഡ് ദ ജക്കോബിയൻ. സോ ജക്കോബിയൻ മെട്രിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനെ മെട്രിക്സ് സിമ്പലിൽ എഴുതണം. ജക്കോബിയൻ ഓർ അതർവൈസ് ഇറ്റ് ഈസ് ദ ഡിറ്റർമിനൻറ്റ് ഓഫ് ജെ എന്നാണ് നമ്മൾ ജെക്ക് ഡിറ്റർമിനൻറ്റ് വാല്യൂ. ജക്കോബിയൻ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂവിനെ എടുക്കുന്നതിനെയാണ് ജക്കോബിയൻ എന്ന് പറയുന്നത്. സോ വി ഹാവ് ടു റൈറ്റ്. സോ എക്സ് ഈക്വൽ ടു നമ്മുടെ വാല്യൂ എന്താണ്? ആർ ഇൻറ്റു കോസ് തീറ്റ. സോ ഡോ എക്സ് ബൈ ഡോ ആർ. ആറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആരാണ് കോൺസ്റ്റൻറ്റ്? കോസ് തീറ്റ ഇൻറ്റു ആർ ഡെറിവേറ്റീവ് ഇസ് 1, ദാറ്റ് ഇസ് ഈക്വൽ ടു കോസ് തീറ്റ. നൗ ഡോ എക്സ് ബൈ ഡോ തീറ്റ. അന്നേരം നമുക്ക് ആരാണ് കോൺസ്റ്റൻറ്റ്? ഇതിൽ ആറാണ് കോൺസ്റ്റൻറ്റ്. 6 പുറത്തെടുത്താൽ കോസ് തീറ്റയ്ക്ക് ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ തീറ്റ, ദാറ്റ് ഇസ് ഈക്വൽ ടു -r ഇൻറ്റു സൈൻ തീറ്റ. നൗ y ഈക്വൽ ടു വാട്ട് ഇസ് വാല്യൂ? y ഈക്വൽ ടു r sin theta. Therefore dou y by dou r is equal to answer sin theta, and dou y by dou theta equal to r into sin theta derivative is cos theta. ഇപ്പോൾ നമ്മൾ ഈ 4 വാല്യൂസും ഡിറ്റർമിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ആൻസർ എന്താ? കോസ് തീറ്റ മൈനസ് ആർ സൈൻ തീറ്റ, സൈൻ തീറ്റ ആർ കോസ് തീറ്റ. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ദ ടേംസ്. യു വിൽ ഗെറ്റ് r into cos square theta plus r into sin square theta equal to cos square theta plus sin square theta equal to 1. So therefore r into 1 equal to r is the Jacobian. So therefore the Jacobian is equal to r is the value. Next one. Suppose u equal to x by a, v equal to y by b and w equal to z by c. So a നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. therefore x equal to a into u, y equal to b into v and z equal to c into w. Now find the Jacobian. So Jacobian നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ എ ബി സി കോൺസ്റ്റൻറ്റ് എന്ന് തന്നിട്ടുണ്ട്. സോ ഇറ്റ് ഇസ് ആസ്ക്ഡ് ടു ഫൈൻഡ് ദ ജക്കോബിയൻ. സോ ഫൈൻഡ് ദ ജക്കോബിയൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഡിറ്റർമിനൻറ്റ് വാല്യൂവിൽ എഴുതുക. ജക്കോബിയൻ മെട്രിക്സ് എന്ന് പറയുമ്പോൾ മെട്രിക്സ് സിമ്പലിൽ എഴുതുക. ജക്കോബിയൻ മീൻസ് ഡോ ഓഫ് എക്സ് വൈ ഇസഡ് ഡിവൈഡഡ് ബൈ ഡോ ഓഫ് യു വി ഡബ്ല്യു. ദാറ്റ് ഇസ് ഡോ എക്സ് ബൈ ഡോ യു, ഡോ എക്സ് ബൈ ഡോ വി, ഡോ എക്സ് ബൈ ഡോ ഡബ്ല്യു, ഡോ വൈ ബൈ ഡോ യു, ഡോ വൈ ബൈ ഡോ വി and ഡോ
y by dou z by dou u, dou z by dou v, dou z by dou w. Substitute all the values here, that is the determinant value of a 0 0. അപ്പോൾ അതായത് നമ്മുടെ ആൻസറിൽ ഇതെങ്ങനെ വന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എക്സ് ഈക്വൽ ടു എ ഇൻറ്റു യു. അപ്പോൾ ഡോ എക്സ് ബൈ ഡോ യു ആണെങ്കിൽ ആൻസർ എന്താ? എ. അതേസമയം ഡോ എക്സ് ബൈ ഡോ വി ആണെങ്കിൽ ഇവിടെ വി ഉണ്ടോ? ഇല്ല. അപ്പോൾ ഈ വേരിയബിൾ കോൺസ്റ്റൻറ്റ്, എയും യുവും കോൺസ്റ്റൻ്റ് ആണ്, അന്നേരം ആൻസർ 0. അതുപോലെ ഡോ എക്സ് ബൈ ഡോ ഡബ്ല്യു ഓൾസോ ഈക്വൽ ടു 0. അതുപോലെ നമ്മൾ ബാക്കിയുള്ളതും കൂടി എഴുതുന്നു. 0 ബി, അതായത് നമുക്ക് y ഈക്വൽ ടു ബി ഇൻറ്റു വി ആണ്. അപ്പോൾ ഡോ വൈ ബൈ ഡോ യു ആവുമ്പോൾ ഇത് കോൺസ്റ്റൻ്റ് ആണ്, ഡെറിവേറ്റീവ് 0. ഡോ വൈ ബൈ ഡോ വി മീൻസ് ഇറ്റ് ഇസ് ബി ഇൻറ്റു 1 ഈക്വൽ ടു ബി. ഇനി ഡോ വൈ ബൈ ഡോ ഡബ്ല്യു ഈക്വൽ ടു 0. കാരണം ഡബ്ല്യുവിന് ചെയ്യുമ്പോൾ ബിയും വിയും കോൺസ്റ്റൻ്റ് ആണ്. So we can write in that manner. ഇനി നമുക്ക് z ഈക്വൽ ടു നമ്മുടെ ആൻസർ എന്താണ്? c ഇൻറ്റു ഡബ്ല്യു. അപ്പോൾ ഡോ z ബൈ ഡോ u equal to 0, dou z by dou v is equal to 0, dou z by dou w equal to c into w derivative is 1. അങ്ങനെയാണ് നമുക്ക് ഈ ആൻസർ വരുന്നത്. a 0 0 0 b 0 0 0 c. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ എന്തായിരിക്കും വരുന്നത്? അതായത് ദ ഡിറ്റർമിനൻറ്റ് വാല്യൂ is a ഇൻറ്റു, ഞാനിവിടെ ആൻസർ എഴുതിയിട്ടുണ്ട്, എ ബി സി. അതെങ്ങനെയാണ്? a ഇൻറ്റു ഡിറ്റർമിനൻറ്റ് വാല്യൂ ഓഫ് ദിസ് matrix minus 0 into the determinant value plus 0 into third row third column പോയി കഴിഞ്ഞാൽ third row first row third column പോയി കഴിഞ്ഞാൽ 0 b 0 0 ആയിരിക്കും വരുന്നത്. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ എ ബി സി ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ കോസ് 5, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ സൈൻ 5 ആൻഡ് ഇസഡ് ഈക്വൽ ടു ആർ കോസ് തീറ്റ. ഇത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിനകത്ത് ജേക്കോബിയൻ വാല്യൂ ഇതുപോലെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ, നിങ്ങൾക്ക് വരുന്ന ആൻസർ ഞാൻ പറയാം, നിങ്ങളത് ചെയ്ത് നോക്കണം. അതായത് ജേക്കോബിയൻ ജെ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ സൈൻ 5 ആയിരിക്കും വരുന്ന ആൻസർ. ഓക്കെ, അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ആൻസർ ഇതെന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. സോ അങ്ങനെ നമ്മൾ ഇന്ന് ജേക്കോബിയൻ്റെ 2-3 പ്രോബ്ലംസ് ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ജേക്കോബിയനെ റിലേറ്റ് ചെയ്ത് വരുന്ന 2-3 സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ജേക്കോബിയൻ വാല്യൂസ് നമ്മൾ സിംപ്ലിഫൈ ചെയ്തതിൽ ഒരു 3 എക്സാമ്പിൾസ് എടുത്തിട്ടുണ്ട്. ഹോപ്പ് യു കുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് ഗിവ് മീ എ മെസ്സേജ്. താങ്ക് യു.